ഞങ്ങൾ 120 തവണ ഉപ്പാവില്ല. ഞാൻ മനസ്സിലായി അവർക്ക് കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ കളിയാക്കി വെച്ചോണ്ടിരുന്നു. മനസ്സിലായത് നിങ്ങൾ ഇവരുടെ കൂടെ ഞാൻ ഈ പറ്റിയുള്ള ലോഡ് ചെയ്യാം. ഞാൻ എൻ്റെ പണി ചെയ്ത് അപ്പൊ ഇങ്ങോട്ട് വരുമോ ചേട്ടൻ? എങ്ങനെയാ? പിള്ളേരും കുറച്ച് കൂടിയിട്ടുണ്ടാകാതെ നേരത്തെ കാട്ടി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ അവിടെ നിന്നിട്ട് പലരും പുറത്തിറങ്ങുമ്പോൾ ഉള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ഹേറ്റേഴ്സ് ആയിട്ട് പലരും ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലയിൽ ഇപ്പോൾ ചേച്ചി ഇറങ്ങിയിട്ടും ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നത് അത്ഭുതമായിട്ടാണ്. എല്ലാവരും എന്താ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. വലിയ കുഴപ്പം പറ്റിയില്ലെന്ന് തോന്നുന്നു. അല്ല ഞാൻ അതാ പറഞ്ഞു, ഞാനായിട്ട് അവിടെ നിന്ന് ഗെയിമിൽ ഒരു പാർട്ടായെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു എന്താ പറയുക ഗെയിമിന് വേണ്ടിയിട്ടൊരു ക്രിയേറ്റ് ചെയ്യാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാനായിട്ട് നിന്നേ ഉള്ളൂ. എന്താ പേര്? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനെങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഓടി വരുന്നുണ്ട്, പക്ഷെ ഓടിയൊന്നും ഞാൻ വണ്ടി കയറി പോകുന്നില്ല. അയ്യോ ചേച്ചിക്കൊരു സംശയമായിരുന്നു, അതായത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ അതോ എന്ത് ഹേറ്റേഴ്സ് ആണോ എന്നൊന്നും അറിയത്തില്ല എന്നുള്ളൊരു സംശയം. അപ്പോൾ ചേച്ചി തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്ത ബിഗ് ബോസ് കണ്ടിട്ട് ദേഷ്യം തോന്നിയോ എന്നോട്? സന്തോഷം, ഒരുപാട് സന്തോഷം. ശരി, ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടിയില്ലേ? സത്യം എപ്പോഴാണ് സത്യം പറയുന്നത് ശ്വാസം നേരെ വീണത്, സമാധാനമായത്. കാരണം അറിയില്ലല്ലോ അതിനകത്ത് ചെന്നിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യും. സത്യം അതൊരു സത്യമായ കാര്യം. നമ്മൾ അതിൽ കയറി ഒരു 2-3 ദിവസം കഴിയുമ്പം നമ്മൾ പോകും. നമ്മുടെ മൈൻഡ് പുറത്തുള്ള ലോകവുമായിട്ട് കട്ട് ഓഫ് ആവും, ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. പിന്നെ നമുക്കൊന്നും പുറത്ത് നമ്മൾ വേറൊരു ലോകത്തേക്ക് അങ്ങ് ചെന്ന് ഇറങ്ങുകയാണ്. ഇല്ല, അങ്ങനെ വലുതായിട്ടൊന്നും തോന്നില്ല. ഇല്ല, ഗെയിം കളിക്കണം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ മുന്നോട്ട് പോകുന്തോറും എനിക്ക് തോന്നി എനിക്കത് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റൂലെന്ന് തന്നെ എനിക്ക് തോന്നിയായിരുന്നു. ആ ഒരു ഗെയിമിൻ്റെ മൊത്തത്തിലുള്ളൊരു മാറ്റമൊക്കെ എനിക്ക് പറ്റില്ലെന്ന് എനിക്ക് തന്നെ തോന്നിയായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ രസമായിരുന്നു. ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ ലൈഫിന്. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ ബൈ. കാണാം, എല്ലാവരും കാണാം, ഉറപ്പായിട്ട് കാണാം. വിളിക്കണം കേട്ടോ, എല്ലാവരും വിളിക്കുക, നമുക്ക് കാണാം. അവർക്ക് പറഞ്ഞോന്ന് തോന്നി. ആ ഇൻഡ്യൂഷൻ എനിക്ക് അവിടെ കിട്ടി. സമയത്ത് ഞാൻ ഇറങ്ങി. സ്നേഹം കളയിപ്പിക്കാൻ പാട്ട് പാടാൻ പോയി. അവര് തന്നെ ഓടിപ്പോയി. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്
കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് പോരെ. ഞാനൊന്ന് തൊട്ടപ്പോൾ ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. മതി, അത്രയും മതി പാട്ടെൻ്റെ. ഉള്ള സ്നേഹം കളയണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ. ഓക്കെ, വിളിക്കല്ലേ. ബൈ ബൈ. എല്ലാവരും അടിപൊളിയാവും. Bye.